ശ്രീ മഹേഷ്, അതിനിടെ ദിലീപ് ഇങ്ങനെ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ അതിനെയും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേണമല്ലോ എന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അത് ദിലീപിന്റെ തോന്നൽ മാത്രമാണെന്ന്. അതങ്ങനെയാണല്ലോ, ഒരു ദിലീപിനെ പോലെയുള്ള ഒരാളെ കുടുക്കാൻ സർക്കാർ അറിഞ്ഞ് ഇത്തരം ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ അത് ന്യായീകരിക്കാം, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതിനൊരുപാട് കാരണങ്ങളുണ്ട് മഞ്ജുഷേ. ദിലീപ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് പറയാനുള്ള സമയം തരികയാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. മുഖ്യമന്ത്രിക്ക് ഇപ്പം അങ്ങനെ പറയാക്കുള്ളൂ. സ്റ്റേറ്റ് ഹെഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ദിലീപിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ശരിക്കും നിങ്ങൾ വായിച്ചോന്നറിയില്ല. സെൻകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മെനഞ്ഞാന്ന് വന്നത് മഞ്ജുഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തെളിവുകൾ തേടി പോലീസ് പോകുന്നതെന്ന്. ഇത് ഒരു ഉയർന്ന പോലീസ് ഓഫീസറുടെ അവർക്ക് ഈ ലോക്നാഥ് ബെഹ്റ പോയി കഴിഞ്ഞാൽ, സെൻകുമാർ പോയിട്ട് ലോക്നാഥ് ബെഹ്റ വന്നു, പിന്നെയും സെൻകുമാർ വന്നു, പിന്നെയും ലോക്നാഥ് ബെഹ്റ വന്ന് അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയപരിധി കഴിയുമ്പോൾ അടുത്തത് തനിക്കാകാം എന്നുള്ളൊരു ആശയുടെ പുറത്താണ് അതിനുവേണ്ടി യൂണിഫോം തയ്ച്ചു വെച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഒരു മെനഞ്ഞെടുത്ത തിരക്കഥയാണ് ദിലീപിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൾസർ സുനി തൊട്ട് ഈ 6 പ്രതികൾ മാത്രമുള്ള സാധാരണ ഒരു കേസിനകത്ത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സിയോ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമോ വരില്ല. അവിടെ ഈ ദിലീപിനെ ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട പ്രധാന കാര്യം ഇവരുടെ തലയിൽ ഉദിക്കുന്നത് പോലും ആദ്യമായിട്ട് പൾസർ സുനി ജയിലിൻ്റെ ഉള്ളിൽ നിന്നും ഫോൺ വിളിച്ച് ദിലീപിനെ കിട്ടാതെ നാദിർ ഷായെ, ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കുന്ന നാദിർ ഷായെ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കോള് വന്നിട്ടുണ്ടെന്ന് നാദിർ ഷാ ദിലീപിനെ അറിയിക്കുകയാണ്. ഇത് ഡിങ്കൻ, പ്രൊഫസർ ഡിങ്കൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജയുടെ അന്ന് ഈ ബെഹ്റ സാറിനോട് ദിലീപ് പറയുകയാണ്. അപ്പോൾ ഇനി കോൾ വന്നാൽ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്യണം, അതൊരു വലിയ എവിഡൻസ് ആണ്, നിങ്ങൾ എന്നിട്ട് അതിൻ്റെ CD എന്നെ ഏൽപ്പിക്കണമെന്ന് പറയും. നിർമ്മാതാവ് രഞ്ജിത്ത് വഴി കൃത്യമായിട്ട് ദിലീപ് അത് ബെഹ്റ സാറിനെ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഈ CD അന്വേഷിക്കാനായിട്ടും 3 ദിവസത്തിനകത്ത് ഇത് റിപ്പോർട്ട് തരാനായിട്ട് ഇത് കൊടുക്കുന്നത് ഇതേ പോലീസ് ഓഫീസറാണ്. ഈ പോലീസ് ഓഫീസർ ആരെന്നറിയോ? ജിഷ വധക്കേസിൽ തെളിയിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മാറി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമുള്ള ജിഷ കേസ് തെളിയുന്നത്. അതിൻ്റെ കൂടെ നിന്ന ഒരു പോലീസ് ഓഫീസറാണ്. വളരെ കൃത്യമായിട്ട് ജിഷ വധക്കേസിലെ പ്രതിയെ കണ്ടുപിടിച്ച ആളാണ്. പക്ഷേ ഇതേ പോലീസ് ഓഫീസർ തന്നെയാണ് ഒരു സ്വാമിയുടെ ലിംഗവിച്ഛേദനം നടത്തിയ കേസിൽ അവിടെ ആ കേസ് വഴിതിരിച്ച് സ്വാമിയെ കുറ്റക്കാരനാക്കി മാറ്റാൻ ശ്രമിച്ചയാൾ. അതും ഈ ദിലീപിനെ ഇതിനകത്ത് പ്രതി ചേർക്കുന്നതൊക്കെ തന്നെ തൻ്റെ തൊപ്പിയിൽ പൊൻതൂവലായി വന്നുകൊണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തനിക്ക് ഈ സ്ഥാനം കിട്ടും, ഈ ഉയർന്ന സ്ഥാനം, ഈ DGP സ്ഥാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. കാരണം കൂടെ എതിരെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് തച്ചങ്കരി സാറിന് 1-2 അലിഗേഷൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരില്ല, ഇത് തന്നിലേക്ക് വരുന്ന ആഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ കുപ്പായം തച്ച് നിന്ന ആളുടെ ഒരു തിരക്കഥയാണ് ഈ ദിലീപിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യം കൂടി ഞാൻ പറയാം. എനിക്കറിയാം സമയം കുറവുണ്ടാവാം. അതിനകത്ത് മാപ്പ് സാക്ഷികളായിട്ട് ആദ്യം പോലീസ് കൊണ്ടുവരുന്ന 3 പേരിൽ 2 പേര് ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരല്ല. ഈ കേസുമായിട്ട് യാതൊരു നേരിട്ട് ബന്ധമില്ല. ഈ പൾസർ സുനിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ വന്നതിന് ശേഷം, കാക്കനാട് സബ് ജയിലിൽ വന്നതിന് ശേഷം സെൽമേറ്റാണ് ബിപിൻ ലാലും വിഷ്ണുവും. ഈ 2 പേരുമാണ് ആദ്യം മാപ്പ് സാക്ഷിയാവുന്നത്. നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ അഡ്വക്കേറ്റ് സാറ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്കാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നേരിട്ട് പ്രതിയല്ലാത്ത ഒരാൾക്ക് മാപ്പ് സാക്ഷിയാകാൻ സാധിക്കില്ല. ഒരാൾ മാപ്പ് സാക്ഷിയാകുന്നത് എപ്പോഴാണ്? താൻ ഇതിനെല്ലാം വിറ്റ്നസ്സാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തെളിയിക്കാനായിട്ട് ഞാൻ പോലീസിനെയും പിന്നീട് കോടതിയിൽ വന്ന് ഞാൻ മൊഴി കൊടുക്കാം, ഞാൻ ഇതിൻ്റെ സത്യസന്ധത കണ്ടുപിടിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾക്ക് ഈ പറയുന്ന പോലെ മാപ്പ് സാക്ഷിയാകാൻ പറ്റുന്നത്. ഇവിടെ ഈ ബിപിൻ ലാലിനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഈ 2 പേർക്കും നേരിട്ട് ഈ കേസുമായിട്ട് ബന്ധമില്ല. ആരാണ് ബിപിൻ ലാൽ? ബിപിൻ ലാൽ എന്ന് പറയുന്ന ആള് 7 ചീറ്റിംഗ് കേസിൽ അകത്ത് കിടക്കുമ്പോഴാണ് ഈ പൾസർ സുനിയെ കാണുന്നത്. മറ്റേ ആളായിക്കോട്ടെ, ആര്? വിഷ്ണു ചെയിൻ സ്നാച്ചിങ്, മാല പൊട്ടി പറിച്ചെടുക്കുന്ന
ഈ പാവപ്പെട്ട സ്ത്രീകളുടെ മാല പറിച്ചുകൊണ്ട് ഓടുന്ന ചെയിൻ സ്നാച്ചറാണ്. അയാൾ പിന്നെ ഈ പറയുന്ന പോലെ തട്ടിക്കൊണ്ട് പോകുന്ന കേസിലും പ്രതിയാവുകയാണ്. അദ്ദേഹം ഈ തട്ടിക്കൊണ്ടുപോകുന്ന കേസിൽ പ്രതിയാവുമ്പോഴാണ് ഇവർ ജാമ്യം കിട്ടി ഇവർ പുറത്തുണ്ടെന്ന് അറിയുന്നത്. സാധാരണ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന രണ്ടുപേരാണ് മാപ്പുസാക്ഷി ആവുന്നെങ്കിൽ കേസിൻ്റെ വിധി വരും വരെ അവർ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം എന്നാണ് നിയമം. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം, വക്കീൽ സാറിനോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ രണ്ട് മാപ്പ് സാക്ഷികളുടെ കാര്യം. ഇവരുടെ മൊഴികളാണ് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്, എവിടെ പോലീസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്ന പോലീസുകാരനാണ്. AR ക്യാമ്പിൽ നിന്ന് പോലീസ് കൊണ്ടുപോയി ഈ പാറാവ് നിൽക്കുമ്പോൾ ആ പാറാവ് നിൽക്കുന്ന അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് പൾസർ സുനി ഈ കാര്യങ്ങൾ പറഞ്ഞു, ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഒരു മൊഴി. ഈ അനീഷ് വന്ന് നമ്മുടെ പോലീസ് ക്ലബ്ബിൽ ആലുവയിൽ സൈൻ ചെയ്യുന്നതിന് ആ ഒരു റെക്കോർഡ് ബുക്കിൽ തന്നെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞു. കാരണം 2 എൻട്രി ഉണ്ട്, ഒപ്പ് ശരിയല്ല. ഒപ്പ് ശരിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. കോടതിയിൽ നിന്ന് സമൻസ്, കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു സമൻസ് അയച്ചപ്പോൾ ഒപ്പിട്ട് മേടിച്ച ഒപ്പും ഈ കാണുന്ന ഈ പറയുന്ന പോലീസ് ക്ലബ്ബിലെ ഒപ്പും വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാപ്പ് സാക്ഷികളും ചീറ്റിയ ഒരു കേസിൽ നിങ്ങൾ പിന്നെ എന്താണ് ദിലീപിനെതിരെ പ്രതീക്ഷിക്കുന്നത്? പിന്നെ കൊണ്ടുവന്ന ആളാണ് ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് നോട്ടുകൾ ഇതെല്ലാം സത്യാവസ്ഥയാണ് എന്ന് തെളിയണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് വേണം. ഈ ഡിവൈസ് കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതായത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ച, പ്രോസിക്യൂഷന്റെ വീഴ്ച, ഇതിന്റെ പേരിൽ അല്ല, ഈ കാരണത്താൽ സംശയത്തിന്റെ ആനുകൂല്യം ദിലീപിന് കിട്ടി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് ദിലീപ് പ്രോസിക്യൂഷന്റെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല സാക്ഷികൾ കൂറുമാറുകയും ചെയ്തു. പറഞ്ഞോട്ടെ മഞ്ജുഷേ അല്ല, സാക്ഷികൾ കൂറുമാരെന്ന് പറയല്ലോ മഞ്ജുഷേ. പോലീസ് ഒരു രീതിയിൽ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതും സത്യസന്ധമായിട്ട് എന്താണ് നടന്നതെന്ന് കോടതി വന്ന് പറയുന്നതിനെയും മാറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് പൊതുവേ പറയാം, ഹോസ്റ്റലായി അങ്ങനായി കൂറുമാറി എന്നൊക്കെ പറയാം. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ വരട്ടി അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞിട്ട് എഴുതി മേടിക്കുന്നതല്ല. കോടതിയിൽ അവർ വന്ന് നേരിട്ട് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ധൈര്യമുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഈ കൂറുമാറി എന്ന് പിന്നെ പറയുന്നത്. ഇവിടെ ഈ 3 പേര് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ വോയിസിൻ്റെ ഇവിടെ ശരിക്കും പ്രോസിക്യൂഷനല്ല കുഴപ്പം പറ്റിയത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പാവം ഈ പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് ആദ്യവും രണ്ടാമതും വന്ന പ്രോസിക്യൂട്ടേഴ്സിന് അവർക്ക് ഈ എന്താ പറയണ്ടേ 120B കോൺസ്പിറസി തെളിയിക്കാൻ പറ്റാതെ വന്നതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് അവർ രണ്ടുപേരും രാജിവെച്ച് പോകുന്നത്. പ്രധാനമായും മൂന്നാമത് വന്ന ആളുടെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് പല ചാനലുകളിൽ വന്ന് ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂന്നാമത് ഇതിന് പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. ഒരു പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുകയും സത്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണം. ഒരു ചേരിയിലും ചേരരുത്, വാദിയുടെ പ്രതിയുടെ ചേരി ചേരരുത്, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. ഇവിടെ ഇത് സ്ഥിരം ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂന്നാമത് പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തു. അത് അദ്ദേഹം ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു അയോഗ്യതയായിട്ട് കാണേണ്ടതില്ല. മഞ്ജുഷ് തെറ്റാണ്. മഞ്ജുഷ് പറയുന്നത് തെറ്റാണ്. മഞ്ജുഷ് പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതല്ല, എവിടെയാണ് സത്യം, എവിടെയാണ് നീതികേട് നടന്നതെന്നുള്ളത് അതാണ്. അത് ആരുടെ ഭാഗത്തുമാകാം, പ്രതിയുടെ ഭാഗത്തുമാകാം, വാദിയുടെ ഭാഗത്തുമാകാം. അതിനെ സമ്മതിക്കില്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ അതിജീവിതയ്ക്കെതിരെ അവിടെ വാദിക്കണമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണോ? അല്ല, ഈ കേസിലല്ല ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഉടനെ അതിജീവിതം ഇതിനകത്ത് കൊണ്ടുവരാതെ ഞാൻ പറയുന്നത് പ്രോസിക്യൂട്ടറുടെ ജോലിയുടെ കാര്യം, ഡ്യൂട്ടിയുടെ കാര്യമാണ്. സത്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുക. പറയട്ടെ മഞ്ജുഷെ, ഇടക്കേറിയ പറഞ്ഞാൽ ഞാൻ പറയുന്നതും കൂടെ പ്രഷർ കേൾക്കാൻ പറ്റാതായി പോലെ. മഞ്ജുഷെ, ഒരു പ്രോസിക്യൂട്ടറുടെ ജോലി എന്ന് പറയുന്നത് സത്യം കണ്ടുപിടിക്കുക, എന്താണ് എന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരുടെ ഭാഗത്താണെങ്കിൽ ഈ കേസിൽ അദ്ദേഹം അതാണല്ലോ ചെയ്തത്. ഈ കേസിൽ അദ്ദേഹം അതാണല്ലോ ചെയ്തത്. അതാണ് ചെയ്തത്. അത് ചെയ്തുകൊണ്ടാണ് ഈ 6 പേർക്ക് ഇപ്പം അകത്ത് കിടക്കേണ്ടി വന്നത്. ദിലീപിനെതിരെയുള്ള തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞുമില്ല. ശരി, ശ്രീ വിനു കിരിയത്ത്, ഈ മാപ്പുസാക്ഷികളുടെ